ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. അതെ, ഞാൻ ഇന്ന് വിചാരിച്ചു നിന്ന് അൺബോക്സ് ചെയ്യാമെന്ന്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഏത് ഫോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്ന അതേ ഫോൺ തന്നെയാണ് OnePlus Nord 6. ടോർക്കോയ്സ് ബ്ലൂ പെട്ടിയാണ് വരുന്നത്. അതും എൻ്റെ വാച്ചും അതേ സെയിം മാച്ചാണ്. വെറുതെ ചുമ്മാ ശവാണിക്കാൻ വേണ്ടി വന്നത്. ഇത് ടൈമെക്സിൻ്റെ വാച്ചാണ് കേട്ടോ. സൂപ്പറാണ്. ഓട്ടോമാറ്റിക് വാച്ചാണ്. 20,000 അണ്ടറേ ഉള്ളൂ. അത് ഞാൻ പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ലിങ്ക് ഇട്ടേക്കാം. അത് വേണ്ടവർക്ക് അല്ലെങ്കിൽ പോയി മേടിക്കാം. അപ്പോൾ ഞാൻ വന്നത് OnePlus Nord 6 കാണിക്കാനാണ്. ഞാൻ മാക്സിമം അനങ്ങാതെ നിൽക്കാൻ നോക്കാം കേട്ടോ. എൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ മൂവ്മെൻറ്റ് വരും. എനിക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഞാൻ എന്തിനായിരിക്കും നിന്ന് വീഡിയോ എടുക്കുന്നത്? ഈ വീഡിയോയിൽ ഞാൻ ചിലപ്പോൾ നിന്ന് ഇരിക്കുന്നത് കാണാം, ചിലപ്പോൾ ഇരിക്കുന്നത് കാണാം, ചിലപ്പോൾ കിടക്കുന്നത് കാണാം. പല പല വെറൈറ്റി ഫ്രെയിമുകളായിരിക്കും. അതായത് ഞാൻ ഇനി ഓരോ ദിവസമായിരിക്കും ഓരോ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഒരു ഇതുപോലെ ലൈക്ക് ഇന്ന് ഞാൻ അൺബോക്സിങ് ചെയ്യുന്നു, അടുത്ത ദിവസം ഞാൻ ഡിസ്പ്ലേ പറ്റി പറയുന്നു, അതിൻ്റെ അടുത്ത ദിവസം ഞാൻ പെർഫോമൻസിനെ പറ്റി പറയുന്നു. ഇനി അങ്ങനത്തെ ഒരു പരിപാടി പിടിച്ചാലോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ഒരു വെറൈറ്റി, ആരാണ് ഒരു വെറൈറ്റി ആഗ്രഹിക്കാത്തല്ലേ? അപ്പോൾ എന്തിനാണെങ്കിലും വെറൈറ്റി പ്രമാണിച്ച് ഇന്നാണ് ആ വീഡിയോയുടെ തുടക്കം. അപ്പോൾ ഞാൻ നിന്നുകൊണ്ട് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും കോൾ മീ ഷസാമിൻ്റെ ടെക് ചാനലിലോട്ട് സ്വാഗതം. നമുക്ക് Nord 6 അൺബോക്സ് ചെയ്യാം. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു യുവർ ഫേവറേറ്റ്. ആദ്യം തന്നെ പെട്ടി വളരെ മനോഹരമായ പെട്ടിയാണ്. കഴിഞ്ഞ വർഷമൊക്കെ പോലത്തുള്ള സെയിം പെട്ടി തന്നെ. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം, Nord 5 മേടിക്കണോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിക്കൂലേ? മേടിച്ചോ, ഒരു കുഴപ്പമില്ല. കിടിലൻ ഫോണാണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയ Nord 5. Nord 6 എന്തിനാണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബാറ്ററി, 9000 mAh ബാറ്ററിയാണ് എന്തായിരിക്കണം. അതായത് 2 ദിവസം ഈസി ആയിട്ട് നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് കിട്ടും. എത്ര ദിവസം? 2 ദിവസം. കാര്യം മനസ്സിലായല്ലേ? 2 ദിവസത്തെ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. അത് Nord 5 കിട്ടൂല. അപ്പോൾ നിങ്ങൾക്ക് വലിയ ബാറ്ററി ലൈഫ് മോഹികളാണെങ്കിൽ ഇതെടുക്കുക. അല്ലാത്തവർക്ക് Nord 5 മേടിച്ചോ, ഒരു കുഴപ്പമില്ല. ഞാൻ ഗ്യാരണ്ടി. ബിക്കോസ് നിങ്ങൾ വലുതായിട്ടൊന്നും മിസ് ചെയ്യുന്നില്ല ആ ഫോൺ ഈ ഫോണും തമ്മിൽ. ഇതിൽ 165 ഹെർട്സിന് റിഫ്രഷ് റേറ്റാണ് ഉള്ളത്. മറ്റേതിൽ 145 ഹെർട്സ്, 144 144 ഹെർട്സ്, അത്രേ ഉള്ളൂ. അത് വലിയൊരു വ്യത്യാസമേ ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാകത്ത പോലും ഇല്ല 165 144 അതും പോയാൽ നിങ്ങളത് മേടിച്ചോ. അടുത്ത ചോദ്യം നിങ്ങൾ പറഞ്ഞാൽ ക്യാമറ. ഇതിലും 50 മെഗാ പിക്സൽ മെയിനും, മറ്റേതിൽ സെയിം. പക്ഷേ മറ്റേതിൻ്റെ ക്യാമറയിൽ കുറച്ചും കൂടെ വലിയ സെൻസറാണ്. ഇതിൽ വലിയ സെൻസർ അല്ലെങ്കിലും ഇതിൻ്റെ പ്രോസസ്സിങ് നല്ലതാണെന്നാണ് നാട്ടുകാർ പറയണത്. പിന്നെ ഫ്രണ്ട് ക്യാമറ മറ്റേതിൽ 50 മെഗാ പിക്സലാണെങ്കിൽ ഇതിൽ 32 മെഗാ പിക്സലേ ഉള്ളൂ. പക്ഷേ ഈ 32 മെഗാ പിക്സൽ അവർ ഓട്ടോ ഫോക്കസ് ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റേ ഓട്ടോ ഫോക്കസ് ഇല്ലെന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. അപ്പം അതും സോൾവ് ആയ. പിന്നെ പ്രോസസ്സർ മറ്റേത് 8s Gen 3 ആണെങ്കിൽ ഇത് 8s Gen 4. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് Nord 5 എടുക്കണോ, എടുത്തോ. വിലയും കുറവാണത്. ഇപ്പം വില കുറവാണ്. ചിലപ്പോൾ അത് വില കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നെ ഒന്നും പറയല്ലേ. പക്ഷേ ഞാൻ എത്രയേ പറയണുള്ളൂ, അണ്ടർ 40,000 നിങ്ങൾക്കൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് വേണ്ടതെങ്കിൽ, വിത്ത് നോ ബ്ലോട്ട്വേസ്, നോ ആഡ്സ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, വലിയ ബാറ്ററി, യു ഗോ വിത്ത് ദിസ്. IP68 69K. വെള്ളത്തിനെ ജെറ്റിട്ട് അടിച്ചാൽ പോലും ഫോണിനൊന്നും പറ്റൂലെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ അങ്ങനെ വല്ല രീതിയിൽ വാട്ടർ ഡാമേജ് വന്നാൽ ഷോറൂമിൽ പോയിട്ട് ഒരു കാര്യമില്ല, അവന്മാർ ഇങ്ങനെ ഇരിക്കും. നമ്മൾ പറഞ്ഞ IP റേറ്റിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മൾ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് തരുമെന്ന് അവരിങ്ങനെ പറയും. അപ്പോൾ നമ്മളിങ്ങനെ എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ അത് ഇരിക്കരുത് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ എന്താണെങ്കിലും വിത്തൗട്ട് ഫെർദർ അഡു, ഞാൻ ക്വിക്ക് സിൽവർ എന്ന് പറയുന്ന കളറാണ് ഞാൻ മേടിച്ചത്. ഇതിൻ്റെ ഒരു പച്ചയുണ്ട്, ഒരു കറുപ്പുണ്ട്, ഇനി ഈ കളറുണ്ട്. ഈ കളർ കുറച്ചും കൂടെ വെറൈറ്റി ആയതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. 39,000 രൂപയായി ഞാൻ ഇത് മേടിച്ചപ്പം. നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് മേടിക്കാം, OnePlusൻ്റെ ഓൺലൈനിൽ നിന്നും മേടിക്കാം, oneplus.com. ഇനി മുതൽ റീറ്റെയിൽ ഇല്ല. അതായത് പണ്ട് IT നെറ്റ്, ഓക്സിജൻ, മൈജി, പിന്നെ ഇവിടെ OnePlusൻ്റെ ഒരു ഷോറൂം ഉണ്ട്, അതൊക്കെ അടച്ച്. ഇനി നിങ്ങൾക്ക് OnePlusൻ്റെ ഫോൺ വേണമെങ്കിൽ ഒന്നും ചെയ്യാനില്ല, ഓൺലൈനിൽ പോവുക. അല്ലാത്ത പക്ഷം നോ രക്ഷ. എന്തിനാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കും അറിയില്ല. നല്ല രീതിയിൽ ഈ OnePlusൻ്റെ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞ് അവർ ലൈഫ് ടൈം വാറൻറ്റിയൊക്കെ കൊടുത്തു. ഇതിലും ലൈഫ് ടൈം വാറൻറ്റി ഉണ്ട് ഗ്രീൻ ലൈൻ.
നിങ്ങൾക്ക് ഫിസിക്കൽ ഡാമേജിങ് ഒന്നും ഇല്ലെങ്കിൽ ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് തരും. മറ്റേ സർവീസ് ചാർജ് മാത്രം കൊടുത്താൽ മതി. അപ്പം ആ ഗ്രീൻ ലൈനൊക്കെ കഴിഞ്ഞ് iPhone 13 കിടിലം ഫോണായിരുന്നു, 13R കിടിലം ഫോണാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഈ സെയിം പ്രൈസിന് 41,000 രൂപയ്ക്ക് OnePlus 13R കിട്ടും. മേടിച്ചു, ഒരു കുഴപ്പമില്ല, കിടിലം ഫോണാണത്. ഇപ്പോഴും നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. OnePlus.com-ലുണ്ട്, എനിക്കൊന്ന് ആമസോണിലും കിട്ടും. ഒരു കുഴപ്പമില്ല, കിടിലം ഫോണാണ്. അതിൽ 2x സൂം ഒപ്റ്റിക്കൽ നമുക്ക് കിട്ടും. 2x ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. അതിനെക്കാട്ടിയും നല്ലതാണ് അതിൽ 2x എങ്കിലും ഉണ്ടെന്നാണ്. നമുക്ക് അത്യാവശ്യം പോർട്രേറ്റ് ഒക്കെ കിടിലായിട്ട് എടുക്കാം. ഇതിൽ നമുക്ക് 2x വരുന്നത് ഡിജിറ്റൽ ക്രോപ്പാണ്. അപ്പോൾ അതും ഇതുമായിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത്രേ പറഞ്ഞു, നിങ്ങൾക്ക് നോഡ് 5 മേടിക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് നോഡ് 6 മേടിക്കണോ, ബാറ്ററി ലൈഫ് വേണമെങ്കിൽ ഇത് മേടിച്ചോ. നിങ്ങൾക്ക് OnePlus 13R 41,000 രൂപയ്ക്ക് കിടിലം ഫോണാണ്. ഞാൻ ഈ ബോക്സ് പോലും പൊട്ടിക്കാതെയാണ് ഓരോന്ന് പറയണത്. ബിക്കോസ് അത്ര എളുപ്പമാണെടാ. ഇപ്പോൾ ഒരു സെൽ ഫോണിൻ്റെ ഒരു റിവ്യൂ പറയാൻ അത്ര എളുപ്പമാണ്. കഴിഞ്ഞ വർഷത്തെ ഫോണിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ എന്താണ് മാറ്റം എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഇതിലെ ഒരു മെയിൻ സെല്ലിംഗ് പോയിൻറ്റ് ഈ 9000 mAh ബാറ്ററിയാണ്. പിന്നെ 165 Hz റിഫ്രഷ് റേറ്റും, പിന്നെ അവർ പറയണ IP69K വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റും, പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അതിലും ഇതിലും സെയിം ആണ്. ഓക്സിജൻ OS തന്നെയാണ് വേണം. അതിലും 16 കിടപ്പുണ്ട്, ഇതിലും 16 കിടപ്പുണ്ട്. ഞാൻ വലിയ പാടൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്ന് യൂസ് ചെയ്തിട്ട് വന്ന് പറയും കൊള്ളാവോ ഇല്ലയെന്ന്. പക്ഷേ അല്ലാതെ ബോക്സ് പൊട്ടിക്കാതെ തന്നെ നമുക്ക് ഇത്രയും ഇൻഫർമേഷൻസ് കിട്ടുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയല്ലേ. കുറേ വർഷമായിട്ട് ഇത് തന്നെയാണ് എൻ്റെ ജോലി. അതുകൊണ്ട് നമുക്കറിയാം എന്തൊക്കെയാണ് ഇതിലെ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങൾ എന്നൊക്കെ നമുക്ക് എന്തൊരു ചെയ്യാം, പറഞ്ഞ് മാറ്റൊക്കെ രസമല്ലേ. അപ്പോൾ എന്തിനാണെങ്കിലും നമുക്ക് ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ബാക്കിയുള്ള ജെട്ടി കമ്പനികളെ പോലെയല്ല, അല്ലല്ലോ, ബാക്കിയുള്ള വലിയ കമ്പനികളെ പോലെയല്ല സാംസങ്, പിക്സൽ, ആപ്പിൾ ഇവന്മാരൊക്കെ നമുക്ക് ചാർജർ, വയറ്, സിം എജക്റ്റിംഗ് ടൂള്, ഒരു കേസ് ഇതേ സെയിം കളറിനെ മാച്ച് ചെയ്യണ ഒരു കേസ് ഒക്കെ തരും. ബാക്കിയുള്ളവന്മാർ മേടിച്ചാണോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഉണ്ട് ചാർജർ സെപ്പറേറ്റ് മേടിച്ചതിന് നമുക്ക് കാശ് പിന്നെയും കിട്ടും എന്ന് പറഞ്ഞിരിക്കണ ചൊറിത്തവളകളാണ്. അതുകൊണ്ട് അതിനെ പറ്റിയൊന്നും ഞാൻ പണ്ട് തൊട്ടേ പറയാനാണ്, ഇപ്പോഴും അതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോഡ് 6 അൺബോക്സ് ചെയ്യാം ഗൈസ്. നോഡ് 6 എവിടെ? ഇങ്ങനെ പതുക്കെ തുറക്കണം. മനോഹരം പിള്ള OnePlus എന്നൊക്കെ എഴുതിയിരിക്കുന്ന ഒരു കറുത്ത പെട്ടി നിങ്ങൾക്ക് കാണാം. ഇത് നൈസായിട്ട് തുറക്കുക. ഇതിൻ്റെ അകത്ത് കേസാണ്. ഫോൺ ഇതായിരിക്കുന്നു. ഫോൺ ഞാൻ പിന്നെ കാണിച്ചു തരാം ഈ എഫക്റ്റിലൊക്കെ. പിന്നെ നമുക്ക് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഒരു Type A to Type C ഒരു കേബിൾ, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിം ഇജക്റ്റിംഗ് ടൂളും 80 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും നിങ്ങൾക്ക് വരുന്നു. അതായത് ഇതൊരു 9000 mAh ബാറ്ററി ആയതുകൊണ്ട് നിങ്ങൾക്കൊരു 1 മണിക്കൂർ കൊണ്ട് ഇത് ഫുൾ ചാർജ് ആകും. 9000 mAh ആണ്. 80 കുണിച്ച് വായിക്കാൻ മനസ്സിലാവും. 1 മണിക്കൂർ എന്തായാലും ആകും. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ 45-48 മിനിറ്റിലൊക്കെ ചാർജ് ആകും. നിങ്ങളെ ഇതനുസരിച്ചിരിക്കും. ഈ സാധനം തുറന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കേസ്, ക്വിക്ക് ഗൈഡ്, അതാരും വായിക്കാറില്ല. എൻ്റെ സിൽവർ കളർ ആയതുകൊണ്ട് സിൽവർ കളർ വെച്ച് വരണ ഒരു ബ്ലാക്ക് തന്നെ ഇരിക്കണ ഒരു കേസ്. ഇത് വലിയ ക്വാളിറ്റി ഒന്നുമില്ല കേട്ടോ, താൽക്കാലികമായിട്ട് ഇടാന്നേ ഉള്ളൂ. അല്ലാതെ ഇത് ഭയങ്കര സംഭവമൊന്നുമല്ല. പിന്നെ എനിക്ക് ഇത് ഇഷ്ടമല്ല, ഈ ചാർജിങ് കേബിളിനെ ഇങ്ങനെ എനിക്ക് ഈ പരിപാടി ഇഷ്ടേ അല്ല ഒരു കേസിൽ. പിന്നെ വളവളാന്നിരിക്കുന്ന കേസാണ്, ഭയങ്കര വലിയ ക്വാളിറ്റി സാധനമൊന്നുമല്ല. അതുകൊണ്ട് കേസ് ഒരു കാര്യം ചെയ്യും, അകത്തിരുന്നോ കേട്ടോ. എനിക്ക് തന്നെ വേണ്ട, വലിയ താല്പര്യമില്ല എനിക്ക്. ഇതാണ് ഫോൺ. നമുക്ക് ഇത് ഇങ്ങനെ പതുക്കെ തുറക്കാം. വാവ് മാൻ, ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടിഫുൾ കളർ. നല്ല ഒരു കിടിലം സിൽവർ. അതിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു വര, ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ പോലെ ഒരു സാധനം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര രസമുണ്ട്. അത് അടിപൊളി കേട്ടോ. പ്ലാസ്റ്റിക് ഫ്രെയിമാണേ, ഭയങ്കര രസമുണ്ട്. നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരു കിടുക്കാച്ചി കളർ. പക്ഷേ ഇവർ പ്ലാസ്റ്റിക് ഫ്രെയിം ആക്കിയത് ഇത് പോളികാർബണേറ്റാണ്. ഇത് മറ്റേതൊക്കെ അലൂമിനിയം ആയിരുന്നു കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അത് മാറ്റി ഇറ്റാലിക് ഇതിൽ മറ്റേ പ്ലാസ്റ്റിക് വര ഇങ്ങനെ കിടക്കും. ഇതിൽ അത് വരില്ല, മൊത്തത്തിൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അവർക്ക് ആൻറ്റിനെ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ബാക്കിൽ നല്ല രസമുള്ള ഭംഗിയുള്ളൊരു കിഡിലം ഫോൺ. നിങ്ങൾ ഇതൊന്നും കണ്ട് തെറ്റിദ്ധരിക്കരുത്. 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വേസ്റ്റും 50 മെഗാപിക്സലിൻ്റെ OIS വരുന്ന ഒരു ക്യാമറയാണ് വരുന്നത്. പിന്നെ ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടച്ചവന് മാത്രം അറിയാം. എനിക്കൊരു പിടിയില്ല എന്തിനാണ് അവിടെ ഇങ്ങനെ ഒരു കറുത്ത പൊട്ട് കൊടുത്തേക്കണേന്ന്. അതിൻ്റെ അകത്തൊന്നും ഒന്നും കാണാനുമില്ല. വെറുതെ രസത്തിനായിരിക്കും കേട്ടോ. ചുമ്മാ ഒരു സമയം കൊണ്ട് പോയ രീതിക്ക് അവർ വിചാരിച്ചൊരു പൊട്ട് വാങ്ങി വെച്ച് കൊടുക്കണം. ഈ പൊന്നും കൂടത്തിന് എന്തിനാണ് പൊട്ടെന്നൊക്കെ പറയൂലേ, അതേ സാധനം. ഇവിടെ മറ്റേ മൈൻഡ് സ്പേസിൻ്റെ മറ്റേ ക്വിക്ക് ബട്ടൺ വരണുണ്ട്. ഈ ബട്ടൺ നമുക്ക് സൈലൻ്റ് ആക്കാനും പലതും കൊടുക്കാം.
പിന്നെ മണ്ടേൽ IR ബ്ലാസ്റ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡ്യുവൽ സ്പീക്കറാണ്, സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. വോളി അപ്പ് ഡൗൺ, പവർ. USB 2.0 ആണ്, 3.2 1 അല്ല, അത് കൊടുക്കായിരുന്നു. പിന്നെ ഇവിടെ സ്പീക്കർ, പിന്നെ മറ്റേ മൈക്ക്, ഇവിടെ മറ്റേ സിമ്മ് ഇടണ സ്ഥലം, 2 മറ്റേ നാനോ സിമ്മാണ് വരുന്നത്. NFC ഈ സിമ്മൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് അകത്ത് കയറിയാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇതിങ്ങനെ നമ്മളിങ്ങനെ പവർ ബട്ടണിൽ അമുക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ വോയിസ് എന്നൊക്കെ ഇപ്പോൾ ചാടി വരും. കണ്ടേ, OnePlus എന്ന് വന്നിരിക്കുകയാണ്. ഇനി അടുത്തത് ഓക്സിജൻ OS എന്ന് എഴുതി കാണിക്കും. കളർ OS വിത്തൗട്ട് ബ്ലോട്ട്വെയർ ആൻഡ് ആഡ്സ് ആണ് ഇപ്പം ഓക്സിജൻ OS, അല്ലാതെ വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. സെയിം സാധനം. നിങ്ങൾ ഓപ്പോയിൽ എന്തിനാണ് അതിന്, ഓപ്പോയിൽ ആഡ്സും ബ്ലോട്ട്വെയർസൊക്കെ ഉണ്ട്, ഇതിലതില്ല. വേണ്ട, സ്മൂത്ത് ടു ദ കോർ അറിയാമല്ലേ. പിന്നെ നമ്മുടെ OnePlusൽ വെച്ചേക്കണ വൈഫൈ മോഡം ഒക്കെയാണ് ഇതിൻ്റെ അകത്ത്. അതായത് വൈഫൈ ചിപ്പ് ഉണ്ടല്ലോ, ആ ചിപ്പൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. നെറ്റ്വർക്ക് കവറേജൊക്കെ മാക്സിമം സ്ട്രോങ് ആക്കാനും വൈഫൈ സ്റ്റോറേജ്, മറ്റേത് ബാക്കിയുള്ളവന്മാരെ വൈഫൈ ഒക്കെ നീ ഒന്ന് വൈഫൈ യൂസ് ചെയ്യേണ്ട, നമ്മുടെ ഫോൺ ആദ്യം നന്നായിട്ട് യൂസ് ചെയ്തിട്ട് നിനക്ക് തന്നാൽ മതി. അതായത് വീട്ടിൽ ഈ ഫോൺ ഇല്ലാത്തവൻ ഏത് ഫോൺ യൂസ് ചെയ്താലും ഈ വൈഫൈ കുറച്ചും കൂടി ഇത് വലിക്കും, മാടി വിളിക്കും വൈഫൈ സിഗ്നലിന്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ എന്തായാലും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. അടുത്ത ഡിസ്പ്ലേ പറ്റിയേക്കും അല്ലെങ്കിൽ ഫോണിനെ പറ്റിയേക്കും ഞാൻ പിന്നെ ഒരു ദിവസം വരാം. ഇത് അൺബോക്സിങ്. ഫോൺ കൊള്ള രസമുണ്ട്, നല്ല സോളിഡ് ബിൽഡ് ക്വാളിറ്റി, നല്ല 223 ഗ്രാം എന്തോണ് ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. ആൻഡ് നല്ലൊരു 9000 mAh ബാറ്ററി ഇരിക്കണോണ്ടാണ് ആ വെയിറ്റ്. കാർബൺ സിലിക്കണാണ് കേട്ടോ ടെക്നോളജിയൊക്കെ. അപ്പോൾ എന്താണെങ്കിലും നമുക്കിനി ഫോൺ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഓരോ വീഡിയോയിൽ ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയാനാണെങ്കിൽ ഡിസ്പ്ലേ കൊള്ളാം. ശരി എന്നാൽ ഡിസ്പ്ലേ പറ്റി പറയാനാണെങ്കിൽ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് തന്നെ ആദ്യം തന്നെ നമുക്ക് ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്, അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ അല്ല. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് ഒരു OnePlus കൊടുത്തേക്കുന്നത്. 6.7 ഇഞ്ചസിൻ്റെ സൈസാണ് വരുന്നത്. വളരെ ബെസൽ കുറഞ്ഞ കിഡിലും ഒരു ഡിസ്പ്ലേ ഒന്നാണ് എനിക്കിവിടെ പറയുന്നത്. അത് ബെസലേ ഇല്ല. ബാക്കിയുള്ള നമ്മുടെ നത്തിങ്ങിൻ്റെ 4 ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നല്ല ചക്കര എത്ര ബെസലാണ് ആ ഫോണിലൊക്കെ ഉള്ളത്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അതില്ല. നമുക്ക് ഹൈ ബ്രൈറ്റ്നസ് മോഡ്, അതായത് വെയിലത്തുനിന്ന് ഡയറക്റ്റ് ഇതിലോട്ട് സെൻസറിലോട്ട് വീഴുന്ന സമയത്ത് ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ 1800 നിറ്റ്സ് വരെ ബ്രൈറ്റ്നസ് പോകുന്നുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതായത് പുറത്തൊക്കെ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് വെയിലൊക്കെ ഇരുന്ന് ആരാണ് ഫോൺ യൂസ് ചെയ്യാൻ പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ചെയ്യുന്നവന്മാർക്ക് വലിയ വിഷയമൊന്നുമില്ല. പിന്നെ 165 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് വരുന്നത്. വളരെ സ്മൂത്താണ്. ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് ഓഫ് ദി ആപ്സ് ആയിക്കോട്ടെ എല്ലാം നല്ല ഭയങ്കര സ്മൂത്ത് ആൻഡ് ഫ്ലൂയിഡിക്കായിട്ടാണ് OnePlus ഇവിടെ കൊടുത്തേക്കുന്നത്. സോ അതിലൊന്നും യാതൊരു വിഷയവുമില്ല. നമുക്ക് 3840 PWM ഡിമ്മിങ് വരുന്നുണ്ട്. അതായത് നമ്മൾ ലോ ബ്രൈറ്റ്നസ്സിലിട്ടായാലും വിറയിൽ അധികം കാണൂല. ഇങ്ങനെ മറ്റേത് ഇങ്ങനെ വിറ ഇങ്ങനെ വരും. അത് പിക്സൽ, സാംസങ്, ആപ്പിളിലൊക്കെ വിറയലുണ്ട്. ഇതിൽ ആ പ്രശ്നം വരില്ല. സോ നൈറ്റ് സമയത്ത് നിങ്ങൾ ലോ ബ്രൈറ്റ്നസ്സിലിട്ട് നിങ്ങൾ വീഡിയോയും റീലൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം കണ്ണിനൊന്നും ഒരു പ്രശ്നവും വരില്ലെന്നാണ് എൻ്റെ അർത്ഥം. HDR10+ സപ്പോർട്ട് എല്ലാത്തിലും വരുന്നുണ്ട്. നമ്മുടെ നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് തുടങ്ങിയ സാധനങ്ങളിലൊക്കെ വരുന്നുണ്ട്. HDR10+ൻ്റെ ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് നെഗി അതിന് സർട്ടിഫിക്കേഷന് കാശ് കൊടുക്കണം, അവർ കൊടുത്തിട്ടില്ല. IP റേറ്റിംഗ് ഞാൻ പറഞ്ഞത് 69K ആണ്. eSIM സപ്പോർട്ടില്ല, NFC സപ്പോർട്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ സോറി ഗൈസ്, ബാറ്ററി തീർന്നുപോയി എൻ്റെ ക്യാമറയുടെ. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഡിസ്പ്ലേ അടിപൊളി തന്നെയാണ്, ഒരു കുഴപ്പമില്ല. ആംബുലറ്റ് ഡിസ്പ്ലേ ആണ്, 10 ബിറ്റ് പാനലാണ് വരുന്നത്. മറ്റേ പോലെ 8 ബിറ്റ് പ്ലസ് മറ്റേ സാധനമൊന്നും അല്ല. ഇത് പക്ക 10 ബിറ്റ് കളർ തന്നെയാണ്. 1 ബില്യൺ കളേഴ്സൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് മൾട്ടിമീഡിയ കൺസെപ്ഷൻ ആയിക്കോട്ടെ, ഇതിൻ്റെ അകത്തിരുന്ന് സിനിമ കാണുന്നവർ, റീല് കാണുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ജില്ലായിട്ടുണ്ട്. സാധനം എന്താണെങ്കിലും കൊള്ളാം. സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. വേണമെങ്കിൽ ഞാൻ ഒന്നും കേൾപ്പിച്ച് തരാം. അപ്പോൾ കേൾപ്പിച്ച് തരുന്നില്ല എന്ന് പറയണ്ടല്ലോ, കോപ്പിറൈറ്റ് മ്യൂസിക്. ഇടി വെട്ട് നല്ല വോളിയം. നല്ല ലൗഡായിട്ടുള്ള മ്യൂസിക് തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പണ്ട് പറയണതാണ്, ഇപ്പോൾ ആരും ഇങ്ങനെയൊന്നും വീഡിയോ കാണാറില്ല. നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിൽ നിങ്ങളുടെ റൂമിൽ ഇരുന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ സ്റ്റീരിയോ സ്പീക്കറൊക്കെ യൂസ് ചെയ്യുന്നത്. അല്ലാത്തവർ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് LDAC-ൻ്റെ സപ്പോർട്ടില്ല, LHDC-യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ് ആയതുകൊണ്ട് ആപ്റ്റെക്സ് HD, ആപ്റ്റെക്സ് അഡാപ്റ്റീവ് തുടങ്ങിയ കോഡൊക്കെ വരുന്നുണ്ട്. SBC, AAC തുടങ്ങിയുള്ള കോഡൊക്കെ വരുന്നുണ്ട്. Wi-Fi 7 ആണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. IR ബ്ലാസ്റ്റർ ഉണ്ട്, NFC സപ്പോർട്ട് വരുന്നുണ്ട്, eSIM സപ്പോർട്ട് ഇല്ല. ഞാൻ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഫോണിൻ്റെ ഡിസ്പ്ലേ, മൾട്ടിമീഡിയ കൺസെപ്ഷനും അല്ലാതെ ഉള്ള എല്ലാ പരിപാടിക്കും
വളരെ ബ്രൈറ്റാണ്, വളരെ ബെസൽ കുറഞ്ഞതാണ്, വളരെ നൈസാണ്, വളരെ ക്രിസ്പാണ്, വളരെ കിടിലുമാണ്. സപ്പോർട്ടും സിസ്റ്റം സോഫ്റ്റ് ആനൊക്കെ പിന്നെ പിന്നെ വരാം. ശരി എന്നാൽ ഞാൻ പിന്നെയും വന്നു ഗൈസ് ഇതിനെപ്പറ്റി പറയാനായിട്ട്. ഇത് ഗ്ലാസ് ബാക്ക് അല്ല, ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പ്ലാസ്റ്റിക് ബാക്കും പ്ലാസ്റ്റിക് ഫ്രെയിമും എന്തൊരു ഒരു ക്രിസ്റ്റൽ എന്ന് പറയുന്ന എന്തോ ഒരു മറ്റേ വിക്ടസും ഗൊറില്ല ഗ്ലാസ് ഒന്നും അല്ല, കോർണിങ്ങിൻ്റെ പരിപാടി എന്നല്ല. ഇവരെ തന്നെ എന്തോ ക്രിസ്റ്റൽ ഗ്ലാസ് എന്ന് പറഞ്ഞ പ്രൊട്ടക്ഷനാണ് കേട്ടോ അവർ കൊടുത്തേക്കണം. അപ്പോൾ അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ബെഞ്ച് മാർക്ക് ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയായിരുന്നു. അതേപോലെ വേറൊരു മുട്ടൻ കോമഡി, ഇത് എനിക്ക് മനസ്സിലാവാത്തത്, ഇതിൽ ലൈവ് വാൾപേപ്പർ സപ്പോർട്ടില്ല. പിന്നെ അറിയാലോ 3 ഫിംഗർ വെച്ച് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ബെഞ്ച് മാർക്ക് ടെസ്റ്റ് ചെയ്ത് ഈ എന്തൊരു മറ്റേ സാധനം ഉണ്ടല്ലോ CPU ത്രോട്ടിലിംഗ്, അത് ചെയ്തപ്പം എന്താ ഏകദേശം 66% ഇങ്ങനത്തെ ഒരു ഐറ്റമാണ് എനിക്ക് കിട്ടിയത്. അത്യാവശ്യം ത്രോട്ടിലാവുന്നുണ്ട്. അത് ഞാൻ ഹൈ പെർഫോമൻസിലും കൂടെയാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് എന്തായാലും ത്രോട്ടിലാവും. പിന്നെ AnTuTu സ്കോർ നോക്കിയപ്പോൾ 2.2 മില്യനാണ് വരുന്നത്. ബിക്കോസ് സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 8S Gen 4ൻ്റെ ചിപ്സെറ്റാണ് എൻ്റെ അതിരിക്കുന്നത്. LPDDR5Xൻ്റെ റാം, UFS സ്റ്റോറേജ് 4.1, എല്ലാം ടോപ്പ് ഓഫ് ദ ലൈൻ സാധനമാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പെർഫോമൻസും ഡെയിലി പരിപാടി സ്മൂത്ത് ഹാങ് ആവൽ അങ്ങനത്തെ ഒരു ടെൻഷനും ഇതിൻ്റെ അകത്ത് വേണ്ട. നിങ്ങൾക്ക് ഏത് ഗെയിം ഇട്ടാലും വർക്കാവും, നിങ്ങൾക്ക് എന്തിട്ടാലും വർക്കാവും, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിലും നടക്കും, എല്ലാം നടക്കും. 3D മാർക്ക് ചെയ്ത സമയത്ത് എനിക്ക് 55% സ്റ്റെബിലിറ്റി കിട്ടി. ബെസ്റ്റ് ലൂപ്പ് സ്കോർ 4243, അത്യാവശ്യം നൈസാണ്. ലോവസ്റ്റ് 2339. അതാ ത്രോട്ടിലിംഗ് വരുന്ന അവിടെ പിടുത്തം വരണയാണ് ഈ പറയണത്. പിന്നെ ഏകദേശം ഫോൺ 46 ഡിഗ്രി വരെ ഒന്ന് ചൂടായി. അത് നമ്മൾ ഇതൊക്കെ എക്സ്ട്രീം ടെസ്റ്റുകളാണ്. നമ്മൾ ഈ പറയുന്ന ബെഞ്ച് മാർക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന സാധനം, ഇത് കാണാൻ ആഗ്രഹമുള്ള കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടി മാത്രമാണ്. ഇതൊന്നും നമ്മളുടെ ഡെയിലി യൂസേജും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ആവറേജ് ഒരു മനുഷ്യൻ്റെ സ്ക്രീൻ ടൈം ഭയാനകമാണെങ്കിൽ പോലും ഒരു 5 to 6 hours ആയിരിക്കും. അതിനും ഒക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഒരു ആവറേജ് ആൾക്കാർ, ഇപ്പം നമ്മൾ ചില ആൾക്കാർ ജോലിക്ക് പോകുന്ന സമയത്ത് അവർ ഫോണൊന്നും നോക്കത്ത് പോലും ഇല്ല. വീട്ടിൽ കുത്തിയിരിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം വരുന്നത്. ഈ റീൽ ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കും ടൈം പോണവരെ, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കയറി ഏതെങ്കിലും ലോങ് ഫോർമാറ്റ് കാണും. സോ അങ്ങനെ ചെയ്യുന്നവർ വളരെ കുറവാണ്. നമ്മുടെ യൂസ് സിനാരിയോ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങൾ ഭയാനകമായി ഗെയിം കളിക്കുന്നത്, അതായത് ഈ ഭയാനകമായ ഗെയിം എന്ന് ഞാൻ പറയുന്നത് 5 മണിക്കൂർ ഗെയിം കളിക്കുന്ന ചെറുക്കന്മാരുണ്ട്. അവന്മാർക്ക് ഞാൻ പറ്റിയ ഫോണാണ് കേട്ടോ. BGMI, കോൾ ഓഫ് ഡ്യൂട്ടി, പിന്നെ വേറെ ഏതൊരു കളി പക്ക ഒപ്റ്റിമൈസ്ഡ് ആണ്. അതായത് ഈ OnePlusഉം ആ ആപ്പുമായിട്ട് തമ്മിലുള്ള ആ ഡെവലപ്പേഴ്സുമായിട്ടുള്ള ഒരു ബന്ധം വെച്ചിട്ട് അവർ 165 FPS ഗെയിം പ്ലേ നമുക്ക് ഈ ഫോണിൽ കിട്ടും. നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഞാൻ പണ്ട് PUBG ഭ്രാന്തായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ, അതായത് ഒരു രാത്രി ഒരു 9 മണിക്ക് തൊട്ട് 12 മണി വരെ ഞാൻ ഗെയിം കളിക്കുമായിരുന്നു. ഞാനും സനിയും നമ്മളെ 2 ഫ്രണ്ട്സൊക്കെ ആയിട്ട്, രാഹുലും സോനു സുഹേറൊക്കെ ആയിട്ട് നമ്മൾ ഈ 5 പേരും കൂടെ ഇരുന്ന് മണിക്കൂറുകൾക്ക് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത് എൻ്റെ OnePlus 5Tയിലായിരുന്നു, ആ 60 FPS. ബട്ട് വെൻ യു കം ടു കോമ്പറ്റീറ്റീവ് ഗെയിം പ്ലേ, അതായത് നിങ്ങളൊരു കോമ്പറ്റീഷനിലോട്ട് പോവുകയാണെങ്കിലാണ് നിങ്ങൾക്ക്, അപ്പോഴാണ് നമ്മുടെ സായിപ്പൊക്കെ പറയണ പോലെ ഐഫോണാണ് ബെറ്റർ, ഫ്രെയിം കുറയാറില്ല, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ സായിപ്പ് പറയണത്. പക്ഷേ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫോണുകളും, അതായത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളിൽ ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് ഗെയിം പ്ലേ പറ്റും. പ്രൊവൈഡഡ് മണിക്കൂറുകൾ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യൂലേ, മറ്റേ ഇതൊക്കെ വെച്ച് കണക്ട് ചെയ്യുന്നപ്പം അവിടെ ഫ്രെയിം ഡ്രോപ്പ് വരും. അത് ആപ്പിളിൽ വരില്ല. മെയിൻലി ഇവരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ മിറർ ചെയ്തിട്ടാണ് ഇവർ ലൈവ് സ്ട്രീം ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഫോണിൽ എന്തിനാണ് നടക്കണമെന്ന് സാധനം മിറർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം അവിടെയും വലിയ ലേറ്റൻസി കുറവ് വരാറില്ല. നമ്മൾ കണക്ട് ചെയ്യണ ഇതുണ്ടല്ലോ, ഈ പറയുന്ന വീഡിയോ ക്യാപ്ചർ കാർഡിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാപ്ചർ കാർഡും മറ്റേ കണക്ടറും ഡോങ്കിളിൻ്റെ ഇതനുസരിച്ച് നമ്മളുടെ ആ സാധനം മാറും. പക്ഷേ ഒരു നോർമൽ ഫോൺ അങ്ങനെ കണക്ട് ചെയ്യുമ്പം അങ്ങനെ FPS കുറയുന്നവരുണ്ട്, അങ്ങനെ കംപ്ലയിൻറ്റ് പറയുന്നവരുണ്ട്. അതുകൊണ്ടാണ് മിക്ക ആൾക്കാർ ആപ്പിളിൻ്റെ ഐഫോൺ വെച്ചിട്ട് സ്ട്രീം ചെയ്യുന്നത്. അല്ലാതെയും OnePlus വെച്ചും ഐക്യു വെച്ചും സ്ട്രീം ചെയ്യുന്നവന്മാരും ഉണ്ട്. ദേ ആർ ഓൾസോ വെരി ഹാപ്പി. പിന്നെ വേറൊരു സാധനമുണ്ട്, ആ സ്കില്ല് എന്നൊരു സാധനമുണ്ട്. നമുക്ക് നേരാവണ്ണം മറ്റേ ക്ലോയൊക്കെ വെച്ചിട്ട് പടപടാന്ന് മറ്റേ റീകോയിൽ കൺട്രോൾ ചെയ്ത് വെടി വെച്ച് ഇടാൻ പറ്റണ ഒരു സ്കില്ലുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫോണായാലും മതി. ഭയങ്കര മിച്ചമുള്ള, അതായത് സാധാരണ 30,000-നും 20,000-നും പറഞ്ഞ ഫോൺ വെച്ച് വരെ വരുത്തന്മാരെയൊക്കെ മറ്റേ 120 FPS ഉള്ളവന്മാരെ വരെ വെടിവെച്ചിടണ ചെറുക്കന്മാരുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ബെഞ്ച് മാർക്ക് ചെയ്ത് ഇതൊക്കെയാണ് അതിൻ്റെ റിസൾട്ട്. ഇനി നമുക്ക് ഗെയിമിങ് എങ്ങനെയാണ് നമുക്കൊന്ന് വിലയിരുത്താം. ഗെയിമിംഗ് പരിപാടിയിൽ എനിക്ക് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BGMI 165 FPS കളിക്കാൻ പറ്റും. മൂല്യം നിങ്ങളുടെ ഞോണ്ടി കഴിഞ്ഞാൽ പെർഫോമൻസിൽ പ്രോ ഗെയിമർ ഇടുക, ഹൈപ്പർ ഫ്രെയിം റേറ്റ് ഇടുക. ഹൈപ്പർ ഫ്രെയിം റേറ്റ് ഇടുമ്പോൾ തന്നെ നമുക്ക് FPS പരിപാടിയൊക്കെ കൂടും.
അതായത് 120 FPS കിടക്കുന്ന സാധനമൊക്കെ 165 FPS എൻഹാൻസ് ചെയ്യും. എൻഹാൻസ്മെൻറ്റ് നെറ്റ്വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് കവറേജും കൂടെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കിട്ടും. ടൂൾസിൽ നമുക്ക് ഒരുപാട് കാര്യം ബുള്ളറ്റ് നോട്ടിഫിക്കേഷൻ സിസ്റ്റം സ്റ്റേറ്റസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ FPS കൗണ്ടിങ്ങും CPU യൂസേജ് GPU യൂസേജ് ഒക്കെ കാണാൻ പറ്റും. സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം, സ്ക്രീൻ ഷോട്ട് ചെയ്യാം, മിസ് ടച്ച് പ്രിവെൻഷൻ ആഡ് ചെയ്യാം, ഡു നോട്ട് ഡിസ്റ്റർബ് ആഡ് ചെയ്യാം, വോയിസ് ചേഞ്ചർ കൊടുക്കാം, അങ്ങനെ പല ബൈപ്പാസ് ചാർജിങ് ഇതിൻ്റെ അകത്തും വരുന്നുണ്ട്. അത് ഗെയിമിൽ മാത്രമല്ല അല്ലാതെ നമുക്ക് ബൈപ്പാസ് ചാർജിങ് ഓൺ ചെയ്യാൻ പറ്റുന്ന പരിപാടി വരുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അഡ്വൈസബിൾ അല്ല, ഡോണ്ട് ഡു ദാറ്റ്. പിന്നെ ഹോളോ ഓഡിയോ കുറച്ചും കൂടെയൊക്കെ ഒരു ഫുഡ് സ്റ്റെപ്പ് ഒക്കെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാനാണ്, കളർ എൻഹാൻസ്മെൻറ്റ്, ഇത്രയും സാധനങ്ങളാണ് വരുന്നത് നമുക്ക് ഗെയിം കളിക്കുന്ന സമയത്ത്. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും 120 FPS ഒക്കെ ഈ മറ്റേ സൂപ്പർ സ്മൂത്തിലൊക്കെ ഉണ്ട്. നമുക്ക് ഏകദേശം 120 FPS നമുക്കിതിൽ ഗെയിം കളിക്കാൻ പറ്റും. ഒരു കുഴപ്പമല്ല നമുക്ക്. അയ്യോ അൺറാങ്ക്ഡ് അരീന ഗോ BGMI ഒക്കെ ഒരുപാട് മാറി കേട്ടോ. പഴയ UI ഒക്കെ ഞാൻ മിസ് ചെയ്യണടേ. നല്ല വോളിയം ഉണ്ട്. അയ്യോ ഈ പിച്ചക്കാരൻ പാട്ട് മാറ്റിയില്ലേടേ അവന്മാർ. ഓ അവൻ്റെ ഊള പാട്ട്, ഇതുപോലെ ഒരു ക്രാപ്പ് പാട്ടിൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ഇതിലായാലും വെറുതെ ചുമ്മാ കളിച്ച് കാണിച്ചു തരാം. ഞാൻ നേരത്തെ നിങ്ങൾക്ക് FPS കൗണ്ട് നോക്കിക്കോട്ടെ. ഇപ്പോൾ GPU ഒന്നിലില്ല, ലോഡിംഗ് പേജ് ഇരിക്കണുണ്ട്. കണ്ടില്ല എന്ന് പറയുന്നത് ശരി, എനിക്കറിയാം. കണ്ടാ 160 കണ്ടാ കണ്ട 167 164 FPS ഒക്കെ കയറണുണ്ടോ? അതാണ് സംഭവം. 158 നമ്മൾ ഇപ്പോൾ FPS കളിക്കണം. എൻ്റെ കളി നോക്കണ്ട, വൻ ഷോകുമായിരിക്കും. ഓഫ് എന്നെ കൊന്നടേ, എന്നെ കൊന്നു അവൻ, ഒരു പട്ടി. അവനെ ഞാൻ സ്റ്റൺ ചെയ്യൂടാ. അപ്പോൾ എന്തിനാണെങ്കിലും 165 to 162 159 FPS നമുക്ക് BGMI കളിക്കാം. ഓക്കെ. ഓൾസോ ഒരു ചെറിയ അറിയിപ്പുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരൊറ്റ TDM കളിച്ചപ്പോൾ തന്നെ അതാണ്ട് ഈ ഒരു സൈഡ് ചൂടായി, നല്ല അത്യാവശ്യം കുറച്ച്, അതായത് സ്ക്രീനും ചൂടായി, ഏകദേശം ഈ ഒരു ഭാഗവും ചൂടായി. അത് നോർമലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളി കുറച്ച് ഒരു TDM തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ മെയിൻ മാച്ചസിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ചൂടാവും കേട്ടോ ഫോൺ. ഭയങ്കര സംഭവം കൂളിംഗ് പരിപാടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ബിക്കോസ് അത്യാവശ്യം വോമായിട്ടുണ്ട് ബാക്ക് പാനലും, അതേപോലെ തന്നെ ഡിസ്പ്ലേയും ചൂടായിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദെയർ. ഇനി നമ്മൾ കളിക്കാൻ പോകുന്ന കളിയാണ് ഗ്രിഡ് ലെജൻഡ്സ് എന്ന് പറയുന്ന കുറച്ച് ഗ്രാഫിക് ഹെവി ആയിട്ടുള്ളൊരു കളിയാണ്. എൻ്റെ മുന്നോ കളിക്കാൻ തെറ്റി നിന്നപ്പോൾ താഴോട്ട് ഓടി. ഗൈസ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കളി തുടങ്ങുന്നതിന് മുന്നേ ഫോൺ അങ്ങ് ക്രാഷായി. ഞാൻ പറയുന്നത് അത്യാവശ്യം ഫോൺ നല്ലപോലെ ഒന്ന് വോമായിട്ടാ. ഇനി ഒരു പക്ഷേ 35% ബാറ്ററി കിടക്കണോണ്ടായിരിക്കുമോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും നോക്കാം. ഇത് കുറച്ച് ഗ്രാഫിക് വേണ്ട കളിയാണ്. അത്യാവശ്യം ഫ്രെയിമും ചൂടായിട്ടോ. സോ ഹീറ്റ് അല്ല, വോം ആവുന്നുണ്ട് ഗെയിം കളിക്കുന്ന സമയത്ത്. നോക്കട്ടെ എന്താണ് അവസ്ഥയെന്ന് നോക്കട്ടെ. പിന്നെയും പോവോ, ക്രാഷ് ആവോ? 30 FPS ഒക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഗെയിം തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എത്ര FPS ഓടുമെന്ന്. ഈ കളി നമുക്ക് 30 FPS തന്നെയാണ് കിട്ടണത്. ഇതൊന്നും ഇക്കൊണ്ട് ഇടിക്കണോ? ഓക്കെ, കോൺസ്റ്റൻ്റ് ആയിട്ട് 30 FPS കിട്ടുന്നുണ്ട്. അതും വണ്ടിക്കൊക്കെ നല്ല ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയാണ് നമ്മൾ കൊടുത്തേക്കണം. അപ്പോൾ 30 FPS നമുക്ക് ഈ കളിയിൽ കിട്ടുള്ളൂ കേട്ടോ. പക്ഷെ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നു. 31 സ്ക്രീൻ ചൂടാവുന്നുണ്ട്, ഫ്രെയിം ചൂടാവുന്നുണ്ട്. എസ്പെഷ്യലി ഈ സൈഡ് 40% GPU യൂസ് ചെയ്യണം, 100% CPU യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രിഡ് ലെജൻഡ്സ് കളിക്കാനൊക്കെ പറ്റും, പക്ഷേ 30 FPS വരെ സപ്പോർട്ടുള്ളൂ. ഇനി പ്രിൻസ് ഓഫ് പെർഷ്യ എല്ലാ ഗെയിംസും ഇതിൽ കളിക്കാൻ കേട്ടോ. അതൊന്നും ആരും പേടിക്കണ്ട, അതിലൊന്നും ആരും ടെൻഷൻ അടിക്കണ്ട. എവറി ഗെയിംസ് നമുക്ക് ഈ ഒരു ഫോണിൽ കളിക്കാൻ പറ്റും. ബിക്കോസ് സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 ഇരിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി കേപ്പബിൾ. ബട്ട് ഈ ഒരു വോം ആവുന്നത് അത്യാവശ്യം കുറച്ച് കൺസേണിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഡിസ്പ്ലേ ചൂടായി, ഫ്രെയിം ചൂടായി, ഈ ഒരു സൈഡ് മൊത്തം നല്ലൊരു ചൂടായി. സോ നമ്മൾ കളിക്കുമ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും. എന്നാലും ഈ കളിയും നമുക്ക് ഈസി ആയിട്ട് തന്നെ കളിക്കാൻ പറ്റൂടെ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മൾ ഇതാക്കിയൊക്കെയാണ്. നമുക്ക് നോക്കാം എത്ര FPS. ഇതും 60 FPS ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. 50-60 ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ദാറ്റ്സ് ആക്ച്വലി പ്രിറ്റി ഗുഡ്.
ഇത്തിരി ഇത് കമ്പ്യൂട്ടർ ഗെയിമാണ്, അതിൻ്റെ മൊബൈൽ വെർഷനാണ് നമ്മൾ ഈ കളിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ, നല്ല സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ചൂടൊക്കെ കേസ് ഇടുമ്പോൾ ഒന്നും അറിയില്ല, അതാണ് അതിൻ്റെ ഒരു ഗുഡൻസ്. സോ എനിവേസ് നമുക്ക് 60 FPS ഒക്കെ ഈ ഒരു കളി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്, പ്രിൻസ് ഓഫ് പേർഷ്യ. അപ്പം വി ആർ ഗെറ്റിംഗ് 60 FPS ഫോർ പ്രിൻസ് ഓഫ് പേർഷ്യ. ഓക്കെ, അപ്പോൾ അതാണ് ഗെയിമിംഗ് പെർഫോമൻസ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ കുറച്ച് ഗെയിംസ് കളിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ഫോണ് വാമായി ഗൈസ്. പക്ഷേ നമ്മൾ ഗെയിം കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തിയപ്പം ബാക്ക് ടു നോർമൽ പോലെ ഫോൺ തിരിച്ച് പോകണുണ്ട്, നോർമൽ പരിപാടിയിലോട്ട് തിരിച്ച് ഫോൺ പോകണുണ്ട്. സോ ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കേസൊക്കെ ഇടുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഈ ചൂട് അനുഭവിക്കാറില്ല. പക്ഷേ നമ്മൾ ഈ ഫോൺ നേക്കഡായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ബട്ട് യാ, പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമും പ്ലാസ്റ്റിക് ബാക്കും ആയതുകൊണ്ടും പക്ഷേ അങ്ങനെ വരാൻ പാടില്ല. അലൂമിനിയം ഫ്രെയിം ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഹീറ്റ് ഡിസപ്പേഷൻ ബെറ്റർ ആയിരുന്നേനെന്ന് എനിക്കൊരു ചെറിയ ഇതുണ്ട്. ബട്ട് എനിവേസ് വി ക്യാൻ പ്ലേ ലിറ്ററലി ഓൾ ദ ഗെയിംസ് ബിക്കോസ് ചിപ്സെറ്റ് ഇസ് കേപ്പബിൾ. അതർ ദാൻ ദാറ്റ് വേറെ ഒന്നും എനിക്ക് സോഫ്റ്റ്വെയറിനെ പറ്റിയോ വേറെ പറ്റിയോ ഒന്നും പറയാനില്ല. കിടിലം ഫോൺ, കൊള്ളാം. ഡയറക്റ്റ് നമ്മൾ ഫാൻ്റെ അടിയിലൊക്കെ ഇരുന്ന് കളിക്കുകയാണെങ്കിൽ ചൂട് ഇല്ലാതാവില്ല എന്നല്ല, പക്ഷേ ചെറുതായിട്ടൊരു കുറവ് എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ നമ്മൾ മറ്റേ പ്രോ ഗെയിമിംഗ് അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് മോഡിൽ ഇടുന്ന സമയത്താണ് ഈ ചൂട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. സോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒന്നെങ്കിൽ നിങ്ങളൊരു ഭയങ്കര വലിയ ഒരു അങ്ങനെ പ്രോയിലൊക്കെ ഇട്ട് കളിക്കുന്നതിന് പകരം ബാലൻസിലിട്ട് കളിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല ഇതിൻ്റെ ഗെയിം കളിക്കാൻ. BGMI സൂപ്പർ സ്മൂത്ത് നിങ്ങൾക്കറിയാവുന്ന ഒരു ബേറ്റയാണ് ഈ BGMIയിലുള്ള സാധനം. അപ്പോൾ അതിന് പകരം നിങ്ങളൊരു സാധാ ഒരു മോഡുണ്ടല്ലോ മറ്റേ സ്മൂത്ത് അൾട്ര 120 FPS അത് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കളിക്കാൻ. എസ്പെഷ്യലി എഗെയിൻസ്റ്റ് ഫാൻ്റെയോ AC-യുടെയോ ഒക്കെ അടിയിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഫാൻ ഇടാതെയൊക്കെ കളിക്കുന്ന സമയത്താണ് ഇവിടെയും ഈ ഡിസ്പ്ലേയിലൊക്കെ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ഫോൺ ചൂടാവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തേക്കൊരു കാലഘട്ടത്തിൽ ഫോൺ ചൂടാവുക എന്ന് പറയുന്നത് ഒരു വലിയ പരിപാടിയായിട്ടൊന്നും ആർക്കും തോന്നണില്ലെന്നാണ് എനിക്ക് ബലമായി തോന്നുന്നത്. ബിക്കോസ് എല്ലാ ഫോണും ഇപ്പോൾ ചൂടാവും. അതവർ വെക്കുന്ന ചിപ്സെറ്റിൻ്റെ മഹത്വമായിരിക്കും. ഇവരൊക്കെ ഭയങ്കര കൂളിംഗ് സിസ്റ്റം മറ്റത് കൈ ഒരിക്കലും ചൂടാവില്ല എന്നൊക്കെ പറയണതൊക്കെ തള്ളാണെന്ന് മനസ്സിലാക്കുന്ന സമയമായി. അപ്പോൾ എനിക്കതാണ് പറയാനുള്ളത്. ഫാൻ്റെ ഡയറക്റ്റ് അണ്ടർ ദ ഫാനാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ മറ്റത് ഫാനൊന്നും ഇടാതെ കളിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിസ്പ്ലേയും ഈ ഒരു ഭാഗമൊക്കെ പിന്നെ ഫ്രെയിമൊക്കെ ചൂടാവുന്നുണ്ടായിരുന്നു. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ യൂസേജും ഒരു പരിധി വരെ ഹീറ്റ് സെപ്പറേഷൻ വീക്കാക്കാൻ സാധ്യതയുണ്ട്. സോ ബട്ട് ഞാൻ ഇപ്പോൾ ഒരു കുറച്ച് നേരം ഏകദേശം ഒരു 1 hour ഞാൻ ഇപ്പോൾ ഗ്രിഡ് ലെജൻഡൊക്കെ ഇരുന്ന് കളിച്ചായിരുന്നു. അപ്പം അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാന്ന് വെച്ചത്. സോ യാ, ഫോൺ അങ്ങനെ ഒട്ടും ചൂടാവാത്തൊരു ഫോണല്ല, അത്യാവശ്യം വാമാവും ഇഫ് യു ആർ ഡൂയിങ് ഹെവി ടാസ്ക് ലൈക്ക് വീഡിയോ എഡിറ്റിംഗ്, അതേപോലെ ഈ പറയുന്ന ഗെയിമിങ്, അവേഴ്സ് ഓഫ് ഗെയിമിങ്, ഫോൺ അത്യാവശ്യം ചൂടാവും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ക്യാമറയെ പറ്റി സംസാരിക്കാം. ക്യാമറയെ പറ്റി വലുതായിട്ടൊന്നും പറയാനില്ല. ഫ്രണ്ടിൽ 32 മെഗാ ഒരു ക്യാമറയും അതേപോലെ ബാക്കിൽ നമുക്കൊരു 50 മെഗാ ഡ്യുവൽ ആക്സിസ് OIS വരുന്ന, അതായത് നിങ്ങൾ സ്റ്റഡി ഷോട്ടൊക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ അർത്ഥം. അതാണ് ഈ ഡ്യുവൽ ആക്സിസ് OIS എന്ന് കമ്പനി അവകാശപ്പെടുന്നത്. 50 മെഗാ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു സെൻസർ തന്നിട്ടുണ്ട്. അതിൻ്റെ സെൻസർ അത് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ നോഡ് 5 വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സെൻസർ സൈസ് അവർ കുറച്ചെങ്കിലും ഇതിൻ്റെ പ്രോസസ്സിങ് അവർ കുറച്ചൊന്നും കൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. അത് മിക്കവാറും സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4ൻ്റെ ഈ പറയുന്ന ISP സ്പെക്ട്രം എന്ന് പറയുന്ന കോൾകോമിൻ്റെ സ്പെക്ട്രം ആയിരിക്കുന്നതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഇരിക്കുന്നതുകൊണ്ട് ആയിരിക്കണം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അൾട്രാ വൈഡ് ഒരു 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 സെൻസർ തന്നിട്ടുണ്ട് 8 മെഗാ ഇപ്പോഴത്തെ ഞാൻ നേരത്തെ അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്, ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ കുട്ടികൾ ബാക്ക് ക്യാമറ ഫ്ലാഷ് ഇട്ട് ഇങ്ങനെ സെൽഫി എടുക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അധികം ഡീറ്റെയിൽസ് ഒന്നും കാണത്തില്ല. 8 മെഗാ ആയതുകൊണ്ട് അതിൻ്റേതായ പോരായ്മയുണ്ട്. ആ 8 മെഗാ വെച്ച് 4K വീഡിയോ റെക്കോർഡിംഗ് ഒന്നും പറ്റത്തില്ല. നിങ്ങൾ 4K വീഡിയോ റെക്കോർഡിംഗ് നോക്കുകയാണെങ്കിൽ
4K 60 FPS വരെ ബാക്കിൽ സപ്പോർട്ടുണ്ട്. അതിൽ 1x 2x ഡിജിറ്റൽ ആണ് വരുന്നത്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 4K 30 FPS വരെ നമുക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഇതുപോലെയൊക്കെ സൂം ഇൻ ചെയ്തും അൾട്രാ വൈഡൊക്കെ ഇട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് നല്ല വീഡിയോസ് എടുക്കാം. ഞാൻ കുറച്ച് സാമ്പിൾസ് ബാക്ക് ക്യാമറയിൽ ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. വ്ളോഗിങ് സ്റ്റൈൽ നിങ്ങൾക്കൊന്ന് നോക്കാം. നമസ്കാരം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് OnePlus Nord 6-ൻ്റെ ഫ്രണ്ട് ക്യാമറ 4K 30 FPS സപ്പോർട്ടിൽ വരുന്ന വീഡിയോ ആണ്. ഇതിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്ലാരിറ്റിയാണ് കിട്ടുന്നത്. നമുക്ക് 1x അൾട്രാ വൈഡ് എൻ്റെ മൂക്കിൻ്റെ വീഡിയോ ഒക്കെ ഇതിൽ എടുക്കാൻ പറ്റും. കുറച്ച് വൈഡായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ 4K വീഡിയോയിൽ നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്കിവിടെ കാണിക്കാനുള്ളത്. ബാക്ക് ലൈറ്റ് വരികയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഹൈലൈറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത്. ഫ്രണ്ടിൽ നിന്നുമാണ് ലൈറ്റെങ്കിൽ ഇങ്ങനെയായിരിക്കും ഹൈലൈറ്റ്സ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ക്യാമറ അവിടെയാണ്. സോ ക്യാമറ അവിടെ നോക്കി സംസാരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ രസമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. എന്താണെങ്കിലും ബാക്ക് ക്യാമറയിൽ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 4K 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി പ്രിറ്റി ഗുഡ്. ആൻഡ് നമുക്കിതിൽ പോസും ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഇത് വെച്ചിട്ട് തന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ സെൽഫി എടുക്കാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ട്. യെസ്, ബാക്ക് ക്യാമറയുടെ കേസ് പറയാനാണെങ്കിൽ 4K 60 FPS സപ്പോർട്ടാണ് വരുന്നത്. 4K 60 FPS ഇതായിരിക്കും ക്വാളിറ്റി. നമുക്ക് 2x സൂം ഇൻ ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് എ ഡിജിറ്റൽ സൂം, അല്ലാതെ ഒപ്റ്റിക്കൽ അല്ല. ബിക്കോസ് ഇതിൽ ഒപ്റ്റിക്കൽ സെൻസർ ഇല്ല. അൾട്രാ വൈഡിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 4K കോമഡി പറയാതെ എന്തിനായാലും ആ 8 മെഗാ അൾട്രാ വേസ്റ്റിനെയും കാട്ടിലും ഒരു 2x ടെലിഫോട്ടോയോ 3x ടെലിഫോട്ടോയോ ഈ ഫോണിൽ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നതിനെന്ന് എനിക്ക് ഓപ്ഷൻ ഉണ്ട്. ബിക്കോസ് 40,000 രൂപ കൊടുക്കുന്നിടത്ത് ഒരു പോർട്രേറ്റ് ക്യാമറ ആണ് ഉചിതമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തേക്കൊരു ജെൻസി പിള്ളേർ ഞാൻ ഇപ്പോൾ കണ്ട ഒരു സാധനമാണ്, അവർ അൾട്രാ വൈഡ് വെച്ചിട്ട് ഫ്ലാഷ് വെച്ച് സെൽഫി എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അതിപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കും ആ പിള്ളേർക്ക് ബാക്ക് ക്യാമറ, അതായത് അൾട്രാ വൈഡ് എന്ന് പറയുന്ന ആ ഒരു സെൻസർ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. ജെൻ ആൽഫ പിള്ളേരുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കണം അവർക്ക് അത് പ്രിഫർ ചെയ്യുന്നത് റാദർ ദാൻ ടെലിഫോട്ടോ. സോ എന്താണെങ്കിലും ഇതിലൊരു ടെലിഫോട്ടോ കൊടുക്കാമായിരുന്നു. ബട്ട് ഇതൊക്കെ ഇതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി വരാൻ വന്നത്. OIS ഒക്കെ ഉള്ളത് കൊണ്ട് അത്യാവശ്യം സ്റ്റേബിൾ ആയിരിക്കും നമ്മളെടുക്കുന്ന ഫുട്ടേജൊക്കെ. പിന്നെ 4K 60 FPS ആയതുകൊണ്ട് ഫുട്ടേജ് സ്ലോ മോഷൻ ചെയ്യാനും പറ്റും. സോ ദാറ്റ് ഇസ് ദ പരിപാടി. ഇതാണ് അതിൻ്റെ ക്വാളിറ്റി. സൂം ഇൻ ചെയ്യുമ്പം ഇതേപോലെ 2x. അയ്യോ സോറി ഗൈസ്, അത് നല്ലൊരു പാട്ടാണ്. അല്ല അതിലൊരു പാട്ടിലെ മറ്റേ ഇത് കഷ്ടം. ഞാൻ ഇത് മറ്റേ കണ്ട ഇതാണ് കേട്ടോ. ഇത് നോർമൽ, ഇത് 2x. വേണമെങ്കിൽ ഇനി സൂം ഇൻ ചെയ്യാം, പക്ഷേ ഇത് ഡിജിറ്റലാണ്. അത്ര ഇതാണ്ട ക്വാളിറ്റി പോയണ്ട. സോ ഓൾവേസ് പ്രിഫർ 1x 4K എടുക്കുകയാണെങ്കിൽ. ഇവിടെയും പോസും ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് തരുന്നുണ്ട്. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. സോ 4K 60 FPS സപ്പോർട്ട് ഓൺ ബാക്ക് ക്യാമറ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉള്ളൊരു സമയത്ത് നിങ്ങൾ സെൽഫി ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിങ് എടുക്കുകയാണെങ്കിൽ ബാക്കിൽ ഇതുപോലെ സൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു പരിപാടി കിട്ടും. സോ അത്യാവശ്യം ഫ്ലെയറിംഗ് ഒക്കെ ഉണ്ട്. നല്ല ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ്. 4K 60 ബാക്ക് ക്യാമറ വെച്ചിട്ട് ഇങ്ങനെയാണ്. ഗസ്റ്റ് പാർക്കിംഗ് ഫുള്ളാണ്. തനി എന്ത് ചെയ്യും? അപ്പോൾ വെളിച്ചം എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ബാക്കിൽ നിന്നാണ് വിളിച്ചതെങ്കിൽ ഇങ്ങനെയായിരിക്കും. 4K 60 FPS ബാക്ക് ക്യാമറ പറ്റും. സോ OnePlus Nord 6. അപ്പോൾ അത് കണ്ടു വന്ന സ്ഥിതിക്ക് അപ്പോൾ അതൊക്കെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. എന്തിനാണെങ്കിലും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്യുവൽ വീഡിയോ ഒരേ സമയത്ത് ബാക്കും ഫ്രണ്ടും ക്യാമറ ഓൺ ചെയ്യുന്ന പരിപാടി, സ്ലോ മോഷൻ, മറ്റേ ടൈം ലാപ്സ്, ഡോക്യുമെൻറ്റ് സ്കാനർ തുടങ്ങിയ എല്ലാ ലോങ് എക്സ്പോഷർ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ വരുന്നുണ്ട്. ഹൈ റെസൊല്യൂഷൻ ഇട്ടിട്ട് 50 മെഗാ ഫോട്ടോ എടുത്ത് ക്രോപ്പ് ചെയ്ത് കളിക്കാം. അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ വരുന്നുണ്ട്. ഫോട്ടോസ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ, നിങ്ങൾ ഈ കാണുന്ന സനീര ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ എഡ്ജ് ഡിറ്റക്ഷൻ വളരെ ഓഫ്, അതായത് ചിലപ്പോഴൊക്കെ വർക്കാവും, ചിലപ്പോഴൊക്കെ വർക്കാവില്ല. അത് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റും. ഒരു ഫോട്ടോയിലല്ല 2-3 ഫോട്ടോയിൽ ദണ്ട് ഇതേപോലത്തെ നല്ല രീതിയിലുള്ള എഡ്ജ് ഡിറ്റക്ഷൻ കിട്ടിയിട്ടില്ല. എന്നാൽ ചില സമയത്ത് ഞാൻ മിക്കതും നമ്മൾ സൺ ഗ്ലാസ് അല്ലെങ്കിൽ ഗ്ലാസ് വെക്കുന്നത് ആ ഒരു പാർട്ടിലാണ് ഈ ഒരു. പിന്നെ അത് മാത്രമല്ല, തൊപ്പിയിൽ അവിടെ വരുന്ന ഈ എഡ്ജ് ഡിറ്റക്ഷൻ പോരാ 2x പോർട്രേറ്റ് എടുക്കുകയാണെങ്കിൽ. എന്നാൽ ചില സമയത്തൊക്കെ അതിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളുണ്ട്. അത് ഡിപ്പെൻഡ് അപ്പോൺ ദ ഫോണിൻ്റെ മൂഡ് കേട്ടോ. അപ്പം ഇതേപോലെയൊക്കെയുള്ള നല്ല നല്ല ഫോട്ടോസ് എടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഹൈലൈറ്റ്സ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഷാഡോസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്.
പ്രോസസ്സിങ് വൈസ് അത്ര മോശമൊന്നുമല്ല. പിന്നെ നമുക്ക് ഞാൻ പറയും ഇതേപോലത്തെ നല്ല സെൽഫി, ഇതൊക്കെ സെൽഫിയാണ് കേട്ടോ, ഇത് എടുത്തിരിക്കുന്നത് സെൽഫിയാണ്. ഇതേപോലത്തെ നല്ല ഫോട്ടോസ് എടുക്കാം. നല്ല എൻ്റെ തീയൊക്കെ കണ്ടോ, നല്ല രസമായിട്ട് തീയൊക്കെ നമുക്ക് ഫോക്കസിലാവുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ മൾട്ടി ഫോക്കസ് എന്ന് പറഞ്ഞൊരു പരിപാടി വന്നു. അതിപ്പോൾ ഗ്രൂപ്പ് സെൽഫിയൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ എന്തായാലും ഒന്ന് ഗാലറിയിൽ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു നൈറ്റിലെടുത്ത ഫോട്ടോ ആണ്. അത്യാവശ്യം രസമായിട്ടൊക്കെ തന്നെയാണ്. ഒരു 2 സെക്കൻഡാണ് നൈറ്റ് നമ്മൾ സ്റ്റേബിളായിട്ട് വെച്ചേക്കണം, ഫോണ് അനക്കാതെയൊക്കെ. നല്ല ഫോട്ടോസ് കിട്ടും. ഇത് ഞാൻ എടുത്തൊരു സെൽഫിയാണ്. ഇതും നൈറ്റിലാണ് എടുത്തേക്കുന്നത്. ഇതൊരു 3 സെക്കൻഡ്സ് 4 സെക്കൻഡ്സ് അത് ഉണ്ടായിരുന്നു. അതായത് ഷട്ടർ നെക്കിയിട്ട് ഒരു കൗണ്ട് ഡൗൺ വരും, ഒരു 3 സെക്കൻഡ്സിൻ്റെ. അങ്ങനെ വന്നൊരു ഫോട്ടോ ആണ് ഇത്. ഞാൻ പറയും നൈറ്റിലൊന്നും യാതൊരു പ്രശ്നവുമില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഞാനും ജിസ്റ്റ് ജോയുമായിട്ടുള്ളത് നമ്മൾ മറ്റേ മെൻ്റലിസ്റ്റ് ആദ്യ പരിപാടിയാണ്. പിന്നെ ഇതേപോലത്തെ പോർഷയൊക്കെ കാണുകയാണെങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കാം, പോർഷയുടെ ടയറിൻ്റെ ഫോട്ടോ എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ഈ ഇതുണ്ട് ഇതേപോലത്തെ, ഇത് ഈ അൾട്രാ വൈഡിൽ എടുത്തേക്കുന്ന സെൽഫിയാണ്. പക്ഷെ നമ്മളൊന്ന് സൂമിൻ ചെയ്യുമ്പം നമുക്ക് നേരാവണ്ണം ഷാർപ്നെസ് നമ്മളുടെ ഫേസിലൊന്നും കാണത്തില്ല. അതെന്ന് വെച്ചാൽ 8 മെഗാ പിക്സൽ ആയതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സെൽഫീസാണ്. ഈ ബാക്ക് ക്യാമറ വെച്ച് അൾട്രാ വൈഡ് ഇട്ട് എടുക്കുന്ന സെൽഫീസാണ്. അപ്പം അങ്ങനെയൊക്കെ എടുക്കുന്നവർക്കും ഇത് പോസിബിൾ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗ്രീനൊക്കെ നല്ല രസമായിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ഗ്രീൻസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എഗെയിൻസ്റ്റ് ദ സൺ ആയിക്കോട്ടെ, എല്ലാം നല്ല രീതിയിൽ. ഇതൊക്കെ സെൽഫിയാണ് കേട്ടോ, ഇതൊക്കെ നമുക്ക് സെൽഫിയിൽ എടുക്കുന്നതാണ്. സോ ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി ഗുഡ്. എൻ്റെ ഫ്രണ്ട് ദിയ, ഡോക്ടർ ദിയ, ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ, ബെസ്റ്റ് ഫ്രണ്ടല്ല. എൻ്റെ ഒരു നമ്മുടെ ഫാമിലിയിലെ ഒരു വ്യക്തിയാണ്. അത് വെറുതെ വന്ന് മറ്റേ കമൻറ്റ് ബോക്സിൽ വന്ന് വൃത്തിയോട് പറയരുത്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഷീ ഈസ് മൈ വെരി ഗുഡ് ഫ്രണ്ട്, എ ഫാമിലി ഫ്രണ്ട്. ആൻഡ് പുള്ളിക്കാരിയെ ഒരു പോർട്രേറ്റ് എടുത്തതാണ്. ഞാൻ പറയും നല്ല രസമാണ്. ചില സമയത്ത് അടിപൊളിയാണ്, ചില സമയത്ത് ചരം, ചില സമയത്ത് പുക എന്ന് പറയുന്ന പോലെയാണ്. എന്താണെങ്കിലും ഇത് സെൽഫിയാണ് കേട്ടോ, ഇത് സെൽഫി പോർട്രേറ്റാണ്, അല്ലാതെ ബാക്ക് ക്യാമറ വെച്ച് എടുത്തേക്കണമല്ല. സെൽഫി പോർട്രേറ്റ് ഇതുപോലെയൊക്കെ നല്ല ഫോട്ടോസ് നല്ല ലൈറ്റിംഗ് കണ്ടീഷൻസിൽ നിങ്ങൾക്ക് എടുക്കാം. അതേപോലെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഫോൺ ചൂടായി. അതായത് നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയറിക് പരിപാടിയിൽ ഫോൺ ചൂടാവുന്ന സമയത്ത് നമ്മൾ അതായത് അതായത് ഇപ്പോഴത്തെ ഒരു ഹ്യൂമിഡ് ആൻഡ് ഹോട്ട് ആയിട്ടുള്ളൊരു ഈ ഒരു വെതറിൽ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഹൈ പ്രോസസ്സിംഗ് ആയിട്ടുള്ള ഒരു ആപ്പ് ആയതുകൊണ്ട് തന്നെ ഫോൺ ചൂടാവും. ചൂടായ ഫോണിൽ നമ്മൾ ഫോട്ടോ ക്ലിക്ക് ചെയ്യണമെങ്കിൽ പ്രോസസ്സിങ് ശോകമാണ്. അത് OnePlusൻ്റെ മാത്രം പ്രശ്നമല്ല, അത് എല്ലാ ഫോൺസിലും ഉണ്ട്. അത് ഒരു പക്ഷേ ഞാൻ പറയുന്നത് ത്രോട്ടിലിംഗ് ആവുന്നതിൻ്റെ ആയിരിക്കും. അതായത് ചൂടാവുന്ന സമയത്ത് പ്രോസസ്സർ ത്രോട്ടിൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ കറക്റ്റ് പ്രോസസ്സിങ് നടക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഈ ഒരു ഫോട്ടോ എടുത്ത സമയത്ത് എനിക്ക് അത് അങ്ങനെ ഫീൽ ചെയ്തു. ബിക്കോസ് ഭയങ്കര ഒരു ഡള്ളായിട്ട് പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ 2-3 ഫോട്ടോസ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു. അത് ചില വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. ഇത് നല്ല ഫോട്ടോ ആണ്, ഇതൊരു നല്ല ഫോട്ടോ ആണ്. പക്ഷേ ഇത് കണ്ടില്ലേ, ബാക്കൊക്കെ മൊത്തം ബ്ലോൺ ഔട്ടായി, നേരവണ്ണം HDR ഒന്നും ഇല്ല. ഇത് ചൂടായി, ആ ഫോൺ ചൂടായിട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത സമയത്ത് എടുത്ത ഫോട്ടോ ആണ്. പക്ഷേ ഇവിടെ നോക്കുക, ആ സെയിം ആംഗിളിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ ബ്ലോൺ ഔട്ടല്ല. അപ്പം നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക, നിങ്ങൾ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരും. നിങ്ങളുടെ ഫോൺ ചൂടാകുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന വീഡിയോസും ഫോട്ടോസിനെയും അത് അഫക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ OnePlus, ഇറ്റ് ഈസ് ഫോർ എവരി ഫോൺ. അത് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കാം, നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങളും പറയുക. എന്താണെങ്കിലും ഞാൻ പറഞ്ഞില്ല, വലുതായിട്ടൊന്നും പറയാനില്ല. ഒരു ടെലിഫോട്ടോ ഇല്ല, ആകപ്പാടുള്ളൊരു 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും 50 മെഗാ പിക്സലിൻ്റെ വോയിസ് വരുന്നൊരു ഈ സാധനവും 4K വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ നടക്കും. അത്യാവശ്യം 2x വെച്ചിട്ട് അത്യാവശ്യം ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, എഡ്ജ് ഡിറ്റക്ഷനൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നെയാണ്. ഇതാണ് ഫോണിൻ്റെ ഒരു അവസ്ഥ. അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. സ്കിൻ കോട്ടോണൊന്നും അത്ര ബോറായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുത്ത ഉടനെ തന്നെ ഇടാൻ പറ്റുന്ന ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് തരുന്ന ഒരു ഫോണായിട്ടാണ് നോഡ് 6ൻ്റെ ക്യാമറ എനിക്ക് ഫീൽ ചെയ്തത്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. നമുക്ക് OnePlus നോഡിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ പറ്റി പറയാനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തുറക്കുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല, മറ്റേ ഈ ഒരു അനങ്ങുന്ന വാൾപേപ്പർ പരിപാടി ഈ ഒരു ഫോണിലില്ല. അത് എന്തുകൊണ്ടില്ല എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ബിക്കോസ് ഇപ്പം ഇത് OnePlus 15 ആണ്, ഏകദേശം സ്നാപ്ഡ്രാഗണിൻ്റെ ലേറ്റസ്റ്റ് ചിപ്സെറ്റ്. ഇതിലും ഇരിക്കുന്ന സ്നാപ്ഡ്രാഗണിൻ്റെ 8s Gen 4 ആണ്.
എന്നിട്ടും ഇപ്പം നിങ്ങൾ നോക്കിക്കോ, ഇതിപ്പോൾ ഞാൻ ഇതിൽ ലൈവ് ഉണ്ട്, ഇതിൽ ലൈവ് വാൾപേപ്പർ വരുന്നുണ്ട്, ഇതിലില്ല. അതെന്ത് കോമഡിയാണെന്ന് ഒരു പിടിയുമില്ലടേ. എന്തിനാണെങ്കിലും OnePlus 15 ആ ഒരു ലൈവ് വാൾപേപ്പർ പരിപാടിയില്ല. ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇതേപോലത്തെ AI സജഷൻ വരുന്ന എസെൻഷ്യൽ ആപ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. ഇതൊക്കെ AI പരിപാടികളാണ്. പിന്നെ ഞാൻ ഓൾറെഡി നമ്മുടെ ഓക്സിജൻ OSൻ്റെയും കളർ OSൻ്റെയും ഒരു സോഫ്റ്റ്വെയർ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇവിടെ സോഫ്റ്റ്വെയർ കയറി നോക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് വന്ന് കിടക്കുന്നത്. മാർച്ചിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് വന്ന് കിടക്കുന്നത്. ആൻഡ് സോ അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഓക്സിജൻ OS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ OS വിത്തൗട്ട് ബ്ലോട്ട്വെയർ ആൻഡ് ആഡ് ഇസ് ഈക്വൽ ടു ഓക്സിജൻ OS. ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നേരെ ഇവിടെ പോയി കഴിഞ്ഞാൽ നല്ല സ്മൂത്താണ് ആക്ച്വലി, വെരി സ്മൂത്ത്, വെരി സ്നാപ്പി. പിന്നെ നമുക്ക് തന്നെ ഇവിടെ മൈൻഡ് സ്പേസിൻ്റെ മറ്റേ ബട്ടൺ വരുന്നുണ്ട്. അവിടെ വെച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മൂവി ടിക്കറ്റ്, എയറോപ്ലെയിൻ ടിക്കറ്റ്, റെയിൽവേ ടിക്കറ്റ് എന്ത് വേണമെങ്കിലും സേവ് ചെയ്ത് കഴിഞ്ഞാൽ മൈൻഡ് സ്പേസിൽ പോയി കിടക്കും. അതിൽ നിന്ന് റിമൈൻഡറും കാര്യങ്ങളും വരും. AI സജഷൻസ്, നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സർവീസ് റെക്കമെൻഡേഷൻ, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യും. ദിസ് ഈസ് ഓൾസോ ഇൻ്റഗ്രേറ്റഡ് വിത്ത് ജെമിനൈ. അതായത് ഈ പറയുന്ന മൈൻഡ് സ്പേസ് നമ്മൾ ജെമിനൈയുമായിട്ട് ലിങ്ക് ആയതുകൊണ്ട് നമുക്ക് മൈൻഡ് സ്പേസിൻ്റെ അകത്ത് കിടക്കുന്ന ആ ഇൻഫോർമേഷൻ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി താ ജെമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ അനുസരിക്കും. AI സെർച്ച് എന്ന് പറയുന്ന പരിപാടി വരുന്നുണ്ട്, AI റൈറ്റിംഗ് വരുന്നുണ്ട്, ആൻഡ് നമുക്ക് AI ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്, AI വോയിസ് സ്ക്രൈബും ഇവിടെ വരുന്നുണ്ട്, AI പരിപാടികൾ. പിന്നെ നിങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് AI എഡിറ്റർ വരും. ഇവിടെ നമുക്ക് AI റീകമ്പോസ് വരും, AI ഇറൈസ് വരുന്നുണ്ട്, AI പോർട്രേറ്റ് ഗ്ലോ. അത് നമ്മുടെ കളർ OSലും മറ്റേ മെയിൻ ഫോണുകളിൽ വരുന്ന സാധനമാണ്. ഇതിങ്ങനെ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് വലിയ വെളിച്ചമൊന്നുമില്ലെങ്കിൽ ആർട്ടിഫിഷ്യലി ഒരു വെളിച്ചം തരും. ആ പരിപാടിയാണ് ഈ AI. ഈ പരിപാടി കണ്ട ബ്രൈറ്റ് ആക്കി കണ്ട ഡള്ളായ ഇങ്ങനെ ഇരുന്ന ഡള്ള് ഫോട്ടോയാണ് ഇതേപോലെ ബ്രൈറ്റ് ആക്കി തന്നത്. അത് നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ട്. സോ ഈ ഒരു ഫീച്ചറും ഈ ഫോണിൽ വരുന്നുണ്ട്. AI പെർഫെക്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, കണ്ണൊക്കെ അടച്ച് പോവുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു പരിപാടിയാണ് AI പെർഫെക്റ്റ് ഷോട്ട്. AI ഡീറ്റെയിൽ ബൂസ്റ്റ്, AI ബ്ലറായിട്ടുള്ള ഫോട്ടോ തന്നെ അൺബ്ലർ ചെയ്യാം, AI റിഫ്ലക്ഷൻ ഇറൈസർ. ഇതിൽ അത്യാവശ്യം കുറച്ച് റിഫ്ലക്ഷൻ ഉണ്ട്, നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഓക്കെ, റിഫ്ലക്ഷൻ ഉള്ളത് ഇപ്പോൾ അതുകൊണ്ട് ഈ വാച്ചിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റിഫ്ലക്ഷൻ ഉണ്ട്. അത് ചിലപ്പോൾ കട്ട് ചെയ്തില്ല, അത് മനസ്സിലായില്ല. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച റിഫ്ലക്ഷൻ. പക്ഷേ അതിനത് മനസ്സിലാവാത്തത് കൊണ്ട് അത് നേരാവണ്ണം റിമൂവ് ചെയ്തില്ല. നല്ല മറ്റേ വിൻഡോയിലൊക്കെ ഉള്ള റിഫ്ലക്ഷനൊക്കെ ഇത് കട്ട് ചെയ്യൂടെ, അല്ലാത്ത സാധനങ്ങളൊന്നും ഇതേപോലെ കട്ട് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അത് ഇവിടെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട്, വേണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും നോക്കട്ടെ. AI എഡിറ്റർ റിഫ്ലക്ഷൻ റിമൂവർ, അത് പോയി കണ്ട. അവിടെ ഉണ്ടായിരുന്ന ആ റിഫ്ലക്ഷൻ മൊത്തം മാറ്റി നല്ല കീട്ടില്ല ഫോട്ടോ ആക്കി തന്നു. കുറച്ചും കൂടെ ഈ ഒരു അഴുക്കൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാവുന്ന പരിപാടിയിലോട്ട് സെറ്റ് ചെയ്യാം കണ്ട. അപ്പോൾ അങ്ങനത്തെ AI പരിപാടികളും നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. പിന്നെ വളരെ സ്മൂത്താണ്, നമ്മളെ മറ്റേ ഇതുപോലെ തന്നെ. പിന്നെ മറ്റേ വൈഫൈയുടെ പരിപാടി എല്ലാ കുന്തവും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് വെരി സ്മൂത്ത്. പിന്നെ AI നോട്ട്സ് വരുന്നുണ്ട്. നോട്ട്സിൽ നമുക്ക് മൈൻഡ് സ്പേസ്, എൻഹാൻസ് AI റൈറ്റിംഗ് വിത്ത് AI ബ്ലോക്ക് ബേസ്ഡ് എഡിറ്റിംഗ്, /4 ക്വിക്ക് എഡിറ്റ്സ്, ഹൈലൈറ്റ് ടെക്സ്റ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മറ്റേ മൈൻഡ് സ്പേസിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സ് പോലെ നമ്മളുടെയൊക്കെ പ്രസൻറ്റേഷൻ സാധനമോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ നിങ്ങളുടെ അസൈൻമെൻറ്റും സാധനങ്ങളൊക്കെ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വരുന്നത് OnePlus Nord 6. ആൻഡ് ഇത് പ്ലാസ്റ്റിക് ബാക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുപോലെ നല്ല രീതിയിൽ അഴുക്ക് പറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫിംഗർ പ്രിൻ്റൊക്കെ നല്ലപോലെ പിടിക്കണുണ്ട്. സോ ഒരു കേസ് ഇടുന്നത് നല്ലതായിരിക്കും. എന്താണെങ്കിലും അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു കിട്ടില്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കണമെന്നൊരു കാര്യമുണ്ട്, ഇപ്പോഴും 35% കിടപ്പുണ്ട്. 9000 mAh ബാറ്ററിയാണ് അതിനകത്തിരിക്കുന്നത്. ഞാൻ ഒരു ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം പിന്നെ ചാർജേ ചെയ്തിട്ടില്ല. ഞാൻ ചുമ്മാ പറയണമല്ല, നിങ്ങൾക്ക് ബാറ്ററി കയറി നോക്കിയാൽ ഞാൻ മറ്റേ എല്ലാ ടെസ്റ്റും ഞാൻ അവിടെ ചെയ്തു. എന്താ BGMI കുറച്ച് ഇതെല്ലാം ഞാൻ കളിച്ച് മറ്റേ പല സാധനങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും അതും ഹൈ പെർഫോമൻസ് മോഡിലുമാണ് കിടക്കണം. അതും നിങ്ങൾ ആലോചിക്കണം. എന്നിട്ടാണ് ഈ പരിപാടി. അപ്പം അതാണ് എനിക്ക് OnePlus Nordനെ പറ്റി ഒരു ഓവറോൾ പറയാനുള്ളത്. ഗുഡ് ഡിവൈസ്,
ഗെയിം കളിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഹീറ്റ് വരുന്നുണ്ട്. അവർ പറയുന്നത് നല്ല രീതിയിലുള്ള വേപ്പർ കൂളിംഗ് ചേമ്പർ കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ടെന്നാണ്. ബട്ട് സ്റ്റിൽ BGMIയിൽ നമ്മളൊരു സാധാ TDM കളിക്കുമ്പോൾ തന്നെ ഈ ഒരു സൈഡും ഫ്രെയിമും ഒക്കെ ചൂടാവുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എസ്പെഷ്യലി നമ്മൾ ഈ 60 FPS അങ്ങനെയൊക്കെ ഒരു പ്രോ ലെവൽ ഗെയിമിലോട്ടൊക്കെ നമ്മൾ ആ ടോഗിൾ ചെയ്യുമ്പോഴായിരിക്കും. ഒരു പക്ഷേ ബേസിക് ആയിട്ടുള്ള ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ വലുതായിട്ട് തോന്നത്തില്ല. പക്ഷേ എല്ലാവരും ഗെയിം കളിക്കുന്ന സമയത്ത് ആ ഒരു സാധനം ഇടാറുണ്ട്. എനിവേയ്സ് എന്നാൽ പോലും എല്ലാ ഗെയിംസും ഇതിൽ വർക്കാവുന്നുണ്ട്. പിന്നെ ചലഞ്ചിങ് ആയിട്ടുള്ള നിങ്ങളൊരു കേസ് ഇടുന്ന സമയത്ത് ഈ ഒരു ചൂട് പരിപാടി നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ഡിസ്പ്ലേയിൽ വരുന്ന ചൂട് നിങ്ങൾ ഫീൽ ചെയ്യും. അപ്പം ലോങ് അവേഴ്സ് ഓഫ് ഗെയിമിംഗ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഐ ഫീൽ നിങ്ങൾക്കൊരു കാഷ്വൽ ഗെയിമിങ് പറ്റും. കാഷ്വൽ ഗെയിമിംഗ് ആൻഡ് ഒരു 1.5 or 2 hours ഓഫ് ഗെയിമിംഗ് ഇതിൽ നടക്കും. പക്ഷേ പ്രൊവൈഡഡ് അത്യാവശ്യം ഫാൻ്റെ അടിയിലോ AC-യുടെ അടിയിലോ ഒക്കെ ഇരുന്ന് കളിക്കാൻ നോക്കുക. അല്ലാതെ നിങ്ങൾ പുറത്തൊക്കെ ഇരുന്ന് വെയിലത്തൊക്കെ ഇരുന്ന് ചൂടത്തൊക്കെ ഇരുന്ന് ഫോൺ യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓൾറെഡി ഫോണ് അത്യാവശ്യം ഹീറ്റ് ആവുന്നുണ്ട്. അതിൻ്റെ രീതിയിൽ കുറച്ചും കൂടെ ഹീറ്റ് വരും. ബട്ട് അതർ ദാൻ ദാറ്റ് ദ ഡിസ്പ്ലേ ലുക്സ് വെരി നൈസ്. 165 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 6.7 inches AMOLED പാനലാണ് വരുന്നത്. 10 bit ആണ്. ആൻഡ് 3000 സംതിങ് 840 Hz PWM ഡിമ്മിങ്, HDR10+ സപ്പോർട്ട്, ഡോൾബി വിഷൻ്റെ സപ്പോർട്ടില്ല. എന്തൊക്കെ ഡിസ്പ്ലേ കൊള്ളാം. ബാറ്ററി ലൈഫ് കിടിലോ. 9000 mAh ബാറ്ററി ഈസ് സോ ഡാം ഗുഡ്. പിന്നെ വിത്ത് 80 watt സൂപ്പർ വൂക്ക് ചാർജർ ഇൻസൈഡ് ദ ബോക്സ് ഷടപടയെന്ന് ചാർജും ആവും. ആൻഡ് 9000+ at 80 watt ചാർജിങ് സ്പീഡ് ഇസ് ലൈക്ക് ഗോഡ് ടിയർ ബാറ്ററി ലൈഫിൻ്റെ. ആൻഡ് ദ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇസ് വെരി നൈസ്. ഓക്സിജൻ OS ആയതുകൊണ്ട് നോ ബ്ലോട്ട്വെയർസ്, നോ ആഡ്സ്. ഡെഫിനറ്റ്ലി നിങ്ങളൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലോങ് ലാസ്റ്റിംഗ് ഫോണാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ മേടിക്കാം. ഐ തിങ്ക് 4 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആൻഡ് 6 years ഓഫ് സർവീസ്, മറ്റേ സെക്യൂരിറ്റി അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും. മേടിക്കാനായിട്ട് നിങ്ങൾക്ക് ആമസോൺ, അതേപോലെ പിന്നെന്തിനായിരുന്നു OnePlus.com, പിന്നെ അവരെ സെലക്റ്റീവായിട്ടുള്ള OnePlusൻ്റെ ഒഫീഷ്യൽ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർസിൽ നിങ്ങൾക്ക് ഈ സാധനം മേടിക്കാം. ഇതിൻ്റെ ശരിക്കുള്ള വില 8GB, 2 വേരിയൻ്റേ ഉള്ളൂ. 8GB 256 12GB 256. 12GB 256 എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 8GB 256 എടുക്കുക. 39,000 രൂപയാണ്. നിങ്ങളതിൽ ഏതൊക്കെയോ ബാങ്കിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3000 ഡിസ്കൗണ്ട് കിട്ടിയിട്ട് 35,000 രൂപയ്ക്ക് ഈ ഫോൺ കിട്ടും. ആ ഒരു പ്രൈസിന് അത്യാവശ്യം എടുക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ്. അത് മാത്രമല്ല ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് OnePlus 13R എടുക്കണോ എടുത്തോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ Nord 5 എടുക്കണോ ഒരു കുഴപ്പമില്ല, എടുത്തോ. ബിക്കോസ് എല്ലാം ഈ 3 ഫോണുകളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സമയത്ത് കേപ്പബിൾ ആയിട്ടുള്ള ഡിവൈസസ് ആണ്. നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള മോശം എക്സ്പീരിയൻസും വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ ലൈഫ് ടൈം നിങ്ങൾക്ക് വാറണ്ടി ഉണ്ട്. അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതേപോലെ ഫിസിക്കൽ ഡാമേജോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ആ സാധനം തരത്തില്ല. അല്ലാത്ത വശം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വെച്ച് വരുന്ന ഗ്രീൻ ലൈന് അവർ ഗ്യാരണ്ടി തരുന്നുണ്ട് OnePlus. എന്താണെങ്കിലും ഫോർ ദ പ്രൈസ് ഐ ഫീൽ ദിസ് ഇസ് എ പെർഫോമൻസ് ബീസ്റ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ഹീറ്റിങ്ങിൻ്റെ ഒരു കാര്യം മാത്രമാണ് എനിക്കൊരു കൺഫ്യൂഷനായിട്ട് തോന്നിയത്. പിന്നെ ക്യാമറ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഫീച്ചർ വൈസൊക്കെ അത്യാവശ്യം അടിപൊളി തന്നെയാണ്. വൈഫൈയുടെ ഒരു പ്രത്യേക ചിപ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ആൻഡ് IP69K 68 69 69K ഒക്കെ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. എന്നാൽ പോലും നിങ്ങൾക്ക് അറിയാം, അങ്ങനെ വെള്ളത്തിൽ മുക്കി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. പോയ വല്ല അടിച്ചു പോയി കഴിഞ്ഞാൽ അവന്മാർ കൈമലത്തും. പിന്നെ മൈൻഡ് സ്പേസ് ബട്ടൺ, AI പരിപാടികൾ സ്മൂത്ത് ആൻഡ് അമേസിംഗ്ലി സ്മൂത്ത്, വൺ ഫാസ്റ്റും വൺ ഫ്ലൂയിഡുക്കുമാണ് ഇതിൻ്റെ OS പരിപാടി വരുന്നത്. OS ഒന്നും പറയാനില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് OnePlus Nord 6. ഇറ്റ്സ് എ റിയലി ഗുഡ് ഡിവൈസ് ഫോർ 35,000. ഇനിയും വില കുറഞ്ഞൊരു 30 കിട്ടിയാൽ മച്ച് ബെറ്റർ. ബിക്കോസ് കഴിഞ്ഞ വർഷത്തെ Nord 5 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വന്നത്, 30-31. സോ അഗെയിൻ ഐ എം ടെലിംഗ് യു, Nord 5 is a good phone, Nord 6 is a good phone, OnePlus 13R is also a good phone. ക്യാമറ സെൻട്രിക് ആയിട്ടുള്ളൊരു ഫോണാണ് നോക്കുന്നതെങ്കിൽ വേറെ ഫോണുകൾ നോക്കാം. നിങ്ങൾക്ക് Vivo V70, Oppo Reno 15, നത്തിങ്ങിൻ്റെ 4A Pro ഒരു പരിധി വരെ, നോട്ട് ഓൾവേസ്, പക്ഷേ കുഴപ്പമില്ല. അത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇസ് വെരി നൈസ്. നമ്മുടെ കയ്യിൽ ആ ഫോണുണ്ട്, ഇതാണ് ആ ഫോൺ. 40,000 രൂപയാണ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ എ ഗുഡ് ഫോൺ. ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. ഫുൾ മെറ്റൽ ബോഡിയും അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നത് ഈ ഫുൾ പ്ലാസ്റ്റിക് പരിപാടി കൊടുത്തുകൊണ്ടായിരിക്കും ഈ ഹീറ്റ് കുറച്ചും കൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് ഒരു പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഒരു പക്ഷേ അലൂമിനിയം ഫ്രെയിം ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഹീറ്റ് സെപ്പറേഷൻ നടന്നേനെ. ആൻഡ് ലെറ്റ്സ് സീ. എനിവേയ്സ്, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ 9000 mAh ബാറ്ററി ഉള്ള ഒരു പെർഫോമൻസ് ബീസ്റ്റിനെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഫോൺ എടുക്കാമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ബാക്കി നിങ്ങൾ ഫോൺ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ
യൂസർ എക്സ്പീരിയൻസ് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സോ ദാറ്റ് ആൾക്കാർക്ക് മേടിക്കുന്ന സമയത്ത് അത് വായിച്ച് നോക്കിയിട്ടും ഒരു ഡിസിഷൻ എടുക്കാം. എനിവേയ്സ് ഇനി അങ്ങോട്ട് സാധനങ്ങളുടെയൊക്കെ വില കൂടത്തേ ഉള്ളൂ. അൺലെസ് ഓർ അൺടിൽ എ മിറക്കിൾ ഷുഡ് ഹാപ്പൻ ആൻഡ് ദ AI ബബിൾ നീഡ്സ് ടു ബസ്റ്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയും ഫോണുകളുടെയൊക്കെ വില കുറയാം. അപ്പോഴെങ്കിലും നമുക്ക് നല്ല കുറച്ച് ഫോണുകൾ കിട്ടുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ഗൈസ്, ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഇതൊരു പുതിയ ടൈപ്പ് ഓഫ് വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ എന്തായാലും താഴെ രേഖപ്പെടുത്തുക ഗൈസ് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയും, ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഇതൊരു വെറൈറ്റിയുടെ തുടക്കമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിവേയ്സ്, അപ് ടു യു ഗൈസ്. നിങ്ങളുടെ കമൻസിന് വായിക്കാൻ വേണ്ടി ഞാൻ കാതോർത്തിരിക്കുന്നു, അല്ലെങ്കിൽ കണ്ണുറത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോണ ബൈ.